അല്ലേ മക്കളെല്ലാവരും ഇപ്പോൾ അറബിക്കിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും പരീക്ഷ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അത് എളുപ്പമാവാനുള്ള എല്ലാ കാര്യങ്ങളും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം മിസ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്തായാലും എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും പഠിച്ചിരിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മാത്രമല്ല വേറെയും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളോട് ഇതിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മിസ് ഇന്ന് രാത്രി 7:30 ഏഴരക്ക് നമ്മുടെ ലൈവിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആരും ആ ലൈവ് മിസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടണം, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലുള്ളൊക്കെ എല്ലാ ക്ലാസ്സിലും എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഫുൾ മാർക്ക് വാങ്ങാം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ആ സമയത്ത് എത്തണം, അലാമൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഉപ്പേനോടോ ഉമ്മേനോടൊക്കെ ഒന്ന് പറഞ്ഞ് ആ സമയം ഓർമ്മിപ്പിക്കാനൊക്കെ പറയാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ അറബിക്ക് മാത്രമല്ല നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് സംസ്കൃതമൊക്കെ എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടെ പറയാം കേട്ടോ. അവരോടും പറയാം നമ്മുടെ ലൈവ് ഉണ്ട്, എക്സാമിനർ അവർക്കും എന്ത് കൊടുക്കുന്നുണ്ട്, 7:30 നമ്മുടെ ഈ ഒരു ചാനലിൽ ലൈവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഹിവാർ. നമ്മളോട് 2 ആൾക്കാർ തമ്മിലുള്ള അല്ലേ, നമുക്ക് പറയാം സംഭാഷണം എന്തായാലും ഒന്ന് നമുക്ക് എഴുതാനുണ്ടാവും. 2 ആൾക്കാർ തമ്മിൽ സംസാരിക്കുകയാണ്, അപ്പോൾ അതിനെ നമ്മൾ ഹിവാർ എന്ന് പറയും. അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹിവാർ 2 ആൾക്കാർ തമ്മിലുള്ള ഹിവാർ എങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹിവാർ അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മിസ് ഇന്ന് ലൈവിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യം ഹിവാർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടറാണ്. അപ്പൊ കലണ്ടർ എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ഒക്കെ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കുക, അത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പം കലണ്ടർ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. കലണ്ടർ നമ്മളോട് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, 2 നമ്മൾ പറഞ്ഞു. ഒന്ന് 2 ആൾ തമ്മിലുള്ള ഹിവാർ പഠിക്കണം, പിന്നെ അതേപോലെ തന്നെ കലണ്ടർ ചോദിക്കും. പിന്നെ നമുക്കുള്ള വേറൊരു കാര്യമാണ് എന്താണ്, നോട്ടീസ് എഴുതാൻ നമുക്ക് ഉണ്ടാവും കേട്ടോ. നോട്ടീസ് നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു നോട്ടീസ് തന്നിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊരു ഹിവാർ തരും. ആദ്യം ഒരു നോട്ടീസ് തരും, എന്നിട്ട് വേറൊരു ഹിവാർ തന്നിട്ട് ആ നോട്ടീസിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഹിവാർ ഫില്ല് ചെയ്യാനൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അപ്പം നമുക്ക് അർത്ഥമൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ സംഭാഷണം പഠിക്കണം, കലണ്ടർ നോക്കണം, നോട്ടീസ് നോക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകവചനവും ബഹുവചനവും, മുഫ്രദും ജംഉം എങ്ങനെയാണ് എഴുതാം. അതായത് നമ്മുടെ എന്താണ് ഏകവചനം, അതേപോലെ തന്നെ ബഹുവചനം. ഏകവചനം, ബഹുവചനം, മുഫ്രദും ജംഉം. അപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ, കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ. അപ്പൊ ഇത് നമുക്ക് എഴുതാൻ പറ്റണം. ഒരാളിത് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ പറയാ എന്നൊക്കെ നമുക്ക് പഠിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അറബിയിലാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിസ് നിങ്ങൾക്ക് റെഡി ആക്കി ഫുൾ സെറ്റ് ആക്കി പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് പോകരുത്. ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള 2 യൂണിറ്റ്സിൽ. ഓക്കെ അല്ലേ മക്കളെ? അപ്പം മിസ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ 4 പഠിക്കാതെ പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ 7:30 ലൈവിൽ വരിക, നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം. മിസ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിത്തരും. ക്വസ്റ്റ്യൻ പേപ്പർ മിസ് കാണിച്ചു തരും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് കാണിച്ചു തരും. നമ്മൾ 4ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് എഴുതാൻ പോണ പരീക്ഷയാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് എന്നൊന്നും മിസ്സിൻ്റെ മക്കൾക്ക് അറിയില്ല. 3ാം ക്ലാസ്സിലുള്ള പോലെ തന്നെയാണോ 4ാം ക്ലാസ്സിൽ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം. അതൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.